പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ നാം മനസ്സിലാകുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തോട് കൃതജ്ഞതയുള്ളവരാകാം. നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിച്ച് ദൈവത്തെ പഴിച്ചാരാതെ ജീവിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിലൂടെ പൗലോസ് പറയുന്നു, യേശു തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ ജനങ്ങളെ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ വരെ കുരിശിൽ നൽകി നമ്മളെ വീണ്ടെടുത്തു. നമുക്കും യേശുവിനെ അനുകരിച്ച് ജീവിച്ച് എളിമപ്പെടാം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം. മറ്റുള്ളവരെ നമ്മുടെ മാതൃകാ ജീവിതം വഴി രക്ഷിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, യേശു വഴി ലോകത്തെ രക്ഷിക്കാനാണ്. ഇന്ന് തിരുസഭ വിശുദ്ധ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുന്നു. കുരിശ് നമ്മുടെ രക്ഷകൻ മരിച്ച സ്നേഹത്തിൻ്റെ അടയാളമാണ്. പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാൻ യേശു മരിച്ചു. ക്രൂശിക്കപ്പെട്ട രക്ഷകനെ നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. അവരിനു വേണ്ടി സ്വന്തം ജീവനെ ശൂന്യമാക്കി നമുക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്തു. ഭൂമിക്കിടയിൽ താഴ്ന്നിറങ്ങി ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ജനിച്ചു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ദൈവമേ. ഓ ദിവ്യ സ്നേഹമേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശ് ആലിംഗനം ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു. നമ്മൾക്ക് വേണ്ടി ചമ്മട്ടിയടി കൊണ്ട് നമ്മൾക്ക് വേണ്ടി ശരീരം കീറിമുറിക്കപ്പെട്ടു. വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവേ, ഞങ്ങൾ അങ്ങേ പുകഴ്ത്തുന്നു. വിശുദ്ധ കുരിശ് വിജയത്തിൻ്റെ അടയാളമാണ്. വിശുദ്ധ കുരിശ് ക്ഷമയുടെ ചാനലാണ്. വിശുദ്ധ കുരിശ് അനുസരണത്തിലേക്കുള്ള വഴിയാണ്. വിശുദ്ധ കുരിശ് കീഴടങ്ങളിൻ്റെ മരണത്തിൻ്റെ കിടക്കയാണ്. വിശുദ്ധ കുരിശ് ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ഓർമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ക്രൂശിക്കപ്പെട്ട സ്നേഹമേ, ഞങ്ങൾ അങ്ങയുടെ കുരിശിനെ സ്നേഹിക്കുന്നു. അത് ഞങ്ങളുടെ ആത്മാക്കളെ വളരെയധികം ശക്തിപ്പെടുത്തുന്നു. അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തുന്നു. വിശുദ്ധ കുരിശ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാതൃകയാണ്. കുരിശിൽ മരിച്ച യേശുവിനെ അനുകരിച്ചുകൊണ്ട് നമ്മൾക്കും ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.